ഈ പോലീസ് ജനസദസ്സിനു നേരെ ഉണ്ടായ കശപിശകൾക്കിടയിൽ പോലീസ്, കോൺഗ്രസ്, യുവമോർച്ച തുടങ്ങിയ അക്രമങ്ങൾക്കും ഇടയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയൊക്കെ ഉണ്ടായ പോലീസ് അതിക്രമത്തിനെതിരെ സംസ്ഥാനത്ത് DGP ഓഫീസിലേക്ക് കോൺഗ്രസ് നയിച്ച മാർച്ച് അക്രമാസക്തമായി. സുധാകരന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസ് പ്രതിഷേധത്തിൽ അദ്ദേഹം പ്രസംഗിച്ച് കഴിഞ്ഞ സതീശൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ ഒരറ്റത്തു നിന്നും അനുയായികൾ കൂടിക്കൊണ്ടിരിക്കെ അനുയായികൾ അക്രമാസക്തരായി DGP ഓഫീസിന് പോകുന്ന വഴിയിലെ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിക്കുകയും കല്ലെറിയുകയും ഉണ്ടായതിനെ തുടർന്ന് പോലീസും തിരിച്ചടിച്ചു. ടിയർ ഗ്യാസ് ഉൾപ്പെടെ പോലീസിന് പ്രയോഗിക്കേണ്ടി വന്നു. അങ്ങനെ ഒന്നും തള്ളും തുടങ്ങി ഒടുവിൽ UDF പ്രതിഷേധം അലങ്കോലമായി. നിങ്ങളും ആ വഴിക്കാണ് പോകുന്നത്. നിങ്ങൾ പരിതപിക്കും, നിങ്ങൾ സഹതപിക്കും, നിങ്ങൾ ആത്മവിമർശനം നടത്തും, നിങ്ങൾ ദുഃഖിക്കും. ഇന്ന് കേരളത്തിലെ ജനമനസ്സുകളെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും ഗുണ്ടകളും ക്രിമിനലുകളും ബോഡി ഗാർഡുകളും പോലീസുകളും പി ശശി എന്ന് പറയുന്ന ഗുണ്ടാ നേതാവ്, എന്റെ കണ്ണൂരിലെ ഗുണ്ടാ നേതാവ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിൽ നടക്കുന്ന പോലീസ് പ്രവർത്തനങ്ങളിലും നിങ്ങൾ ദുഃഖിക്കും, നിങ്ങൾ വ്യസനിക്കും, നിങ്ങൾ പരിതപിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ എന്റെ ഈ പ്രസംഗത്തിലെ ആദ്യ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുകയാണ്. മഹാരാജാവ് നാട്ടിൽ എഴുന്നള്ളുമ്പോൾ അനാവശ്യമായി ഈ നാട്ടിൽ ആരും പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതച്ചവരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജയിലിലിട്ടവരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആശുപത്രിയിലാക്കിയവരെ, അവർക്കെല്ലാം എതിരായ അതിശക്തമായ പ്രതിഷേധമാണ് ഈ DGP ഓഫീസ് മാർച്ചിലൂടെ ഞങ്ങൾ നടത്തുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പോലീസ് ഈ അതിക്രമത്തിന് കൂട്ടുനിൽക്കുകയാണ്. എല്ലാ അതിക്രമങ്ങൾക്കും കൂട്ടുനിന്നുകൊണ്ട് പോലീസ് നടത്തുന്ന ഈ സംവിധാനത്തിനെതിരായി നമ്മൾ നടത്തുന്ന ഈ മാർച്ച് തീർച്ചയായും ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന മാർച്ചാണ് എന്ന് മാത്രം വിനയപൂർവ്വം ഇതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രതിഷേധ സമരത്തെ പോലെ അലങ്കോലമാക്കുന്ന ഈ നാട്ടിലെ അന്യായമായ ഈ സമീപനത്തിനെതിരെ കേരള ജനത ഉണരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ പ്രകടനം മുന്നോട്ട് നീങ്ങുന്നത്. എല്ലാവരും സമാധാനപരമായ പ്രകടനമായി മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ലെവലൊന്നും കുറയ്ക്കാൻ പറ്റൂലടാ ഇവിടെ. അങ്ങനെയൊന്നും പറ്റുന്നതുകൊണ്ട് അവസ്ഥയില്ല. എന്തായാലും കുറച്ച് നോക്കാം. പോലീസിന്റെ ഭാഗത്തുള്ള വിഷയമാണ്. പ്രവർത്തകർ ചിന്നി ചിതറി